ഹലോ എവരിവൺ. ഇന്ന് നമ്മുടെ ഉള്ളത് കാലവർഷക്കാറ്റ് എന്ന സിനിമയിലെ ക്രൂ മെമ്പേഴ്സ് ആണ്. വെൽക്കം ടു മാജിക് മീഡിയ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാണോ? അതെ, നമ്മുടെ ഒരു വലിയ വിശേഷം നടക്കാൻ പോകുന്ന സിനിമ റിലീസിന് ഇറങ്ങുകയാണ്. അപ്പൊ നമ്മുടെ കാലവർഷക്കാറ്റ് എന്ന സിനിമയില് എന്താ പറയുക, വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിന് മുന്നേ എല്ലാവരും പരിചയപ്പെടുത്താമോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? സാനു വടുതല. എൻ്റെ പേര് സാനു വടുതല. ഞാൻ സിനിമയിൽ 10-22 വർഷമായിട്ട് പ്രൊഡക്ഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്ത് പ്രൊഡക്ഷൻ കൺട്രോളറായി. PG വിശ്വംഭരൻ സാറ്, KG ജോർജ്, ദേവനായകർ, അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ നീണ്ട ലിസ്റ്റ് ഉണ്ട്. ബിജു സി കണ്ണൻ, ലാസ്റ്റ് ഇപ്പൊ ബിജു സി കണ്ണന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ അത് വെറുതെ തമാശ മാത്രം. അദ്ദേഹം 5 പടം ചെയ്തിട്ടുണ്ട്. ഈ 5 പടത്തില് 3 പടം പുള്ളിയുടെ പനോരമ ലിസ്റ്റിലേക്ക് കയറിയിട്ടുള്ളത്. ഒന്ന് തള്ളി കേട്ടോ, പുള്ളി ഇദ്ദേഹത്തിന്റെ ഞാൻ ആദ്യമായിട്ട് അരുണോദയം എന്ന് പറഞ്ഞൊരു സീരിയല് മറ്റേ സൂര്യ TV ചെയ്തു. അതിന്റെ അസോസിയേറ്റ് ആയിരുന്നു. അപ്പൊ അദ്ദേഹം അന്ന് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് ഡയറക്ടറായിട്ട് വന്ന മനുഷ്യൻ. പിന്നെ പുള്ളി 3 പടങ്ങൾ ചെയ്തു. ഈ ചെയ്ത പടങ്ങളെല്ലാം പനോരമ ലിസ്റ്റിലേക്ക് കയറി. അന്ന് ഞാൻ ഇദ്ദേഹത്തെക്കാൾ സീനിയറാണ്, പുള്ളി എന്റെ ജൂനിയറാണ്. അങ്ങനെ ചെയ്തു പുള്ളിയുടെ. പിന്നെ 3-4 പടങ്ങളൊക്കെ എല്ലാ പടങ്ങളും പനോരമയിലൊക്കെ വന്നു. നല്ല ഡയറക്ടറാണ്, കഴിവുള്ള ഡയറക്ടറാണ്. മലയാള സിനിമയിൽ എണ്ണപ്പെട്ട ഡയറക്ടർ ഒരാളാണ് ശ്രീ ബിജു സി കണ്ണൻ. അതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടാണ് ഈ പടത്തിൽ ഞാൻ പറയുന്നത്. പിന്നെ ഇതിനു മുമ്പ് തന്നെ വർഷങ്ങളായിട്ട് സിനിമ ഡേവിഡ് കാച്ചപ്പള്ളി, PG വിശ്വംഭരൻ, KG ജോർജ് ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ പടം വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് വളരെ മനോഹരമായി. ഈ കാലവർഷക്കാറ്റ് എന്നൊരു സിനിമ നല്ലൊരു സിനിമയായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നിരപരാധിയായ ശിക്ഷിക്കപ്പെട്ട ഒരു മകന്റെ വളരെയേറെ പ്രശ്നങ്ങളായിട്ട് അമ്മ കഷ്ടപ്പെടുന്ന ഒരു വലിയൊരു കഥയാണ്. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, എനിക്കത് പറയാൻ പറ്റില്ല. അതേ പ്രൊഫഷൻ കഥാകൃത്തുകളെല്ലാവരും പറയും നല്ലൊരു കഥയാണ്. നല്ല രീതിയിൽ ആ സിനിമകളെല്ലാം ചെയ്തു. നല്ല ടെക്നീഷ്യനാണ്, നല്ല ടെക്നിക്കലായിട്ട് വളരെ പെർഫെക്ഷൻ ആയിട്ട്. അതിൽ ലതാദാസ് വളരെ ഗംഭീരമായിട്ട് ലതാദാസ് അതിന്റെ അമ്മയുടെ വേഷം, അല്ല ലതയാണ് അതിന്റെ സെൻട്രൽ ക്യാരക്ടർ, ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും ലതക്ക് ഇതൊരു അവാർഡ് കിട്ടുന്നൊരു ഇതായിരുന്നു. അതിനുള്ള ആ ലെവലിലേക്ക് പോയില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. പക്ഷെ ലതക്ക് അത് കിട്ടുന്നുണ്ടായിരുന്നു. അത് ഗംഭീരമായിട്ടുണ്ട്. റഫീഖ് ചൊക്ലി ഇങ്ങനെ പല ആൾക്കാരും ഇതിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാം നല്ല ഗംഭീരമായിട്ടുണ്ട്. അതാണ് നമ്മുടെ സുഹൃത്ത് ബിജു സി കണ്ണൻ ചെയ്തത്. ഞാൻ ബിജു സി കണ്ണൻ. ഞാൻ ഇദ്ദേഹത്തിനൊക്കെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇഷ്ടവും സ്നേഹവും മാത്രം. ഞാൻ സന്തോഷം പിന്നെ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. പിന്നെ എനിക്ക് പറയാനുള്ളതെല്ലാം എന്തായാലും സാധനം പറഞ്ഞു കഴിഞ്ഞു. നേരെ അഡ്വാൻസ് നമ്മുടെ വേണ്ടി കയറി ഗോളടിച്ചു കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ എല്ലാ കാര്യങ്ങളും പുറത്തു വിട്ടു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അവിടെ ഇരിക്കുമ്പോൾ ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞോളാം, ഇപ്പം എന്താ പറയേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ അറിയാതെ പറഞ്ഞു പോയി. അതാണ് അദ്ദേഹം ഇവിടെ ശ്രദ്ധിച്ചു വെച്ച്. അപ്പം പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഒന്നും പറയാനില്ല. പിന്നെ ഇത് കാലങ്ങളായിട്ട്, അതായത് കാലവർഷക്കാറ്റിന് 2 അർത്ഥമാണ്. നമ്മൾ കാണുന്ന കാലവർഷമല്ല, കാലം വർഷങ്ങളായിട്ട് അയാളുടെ പ്രഥമ സൃഷ്ടിയുടെ പേരാണ് കാലവർഷക്കാറ്റ്. കാലവർഷക്കാറ്റൂതി. അത് ജീവിതാവസ്ഥ മുഴുവൻ സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. അത് സജേഷിന് എന്നേക്കാൾ കൂടുതൽ പറയാൻ പറ്റും, നമ്മുടെ സജേഷ് ജിക്ക്. എങ്ങനെയാ പാബ്ലോനെ എഴുതുക? കാലവർഷക്കാറ്റൂതി. അതുകൊണ്ട് ആ ടൈറ്റിൽ ഇട്ടേട്ടോ. അത് ഇംഗ്ലീഷാണ്. ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്. എന്താ നമുക്ക് ഇത്തിരി കൂടെ ഓപ്പൺ ആയിട്ട് പറയാം. അതെ, കോംപ്ലിക്കേഷൻ ഇല്ലാത്ത രീതിയിൽ നമുക്ക് സംസാരിക്കാം. സജേഷ് ഭായി എന്ന് പറയണം. സജേഷ് ഭായിക്ക് കൂടുതൽ അതിനെപ്പറ്റി അറിയാൻ പറ്റുന്നത്. ഇതിനകത്തെ ആദ്യം എങ്ങനെയൊക്കെ പേരുകൾ വന്നില്ലേ? ഒരുപാട് പേരുകൾ. സംഘനൃത്തമായിരുന്നു, നൃത്തമാടിയെന്നു, നൃത്തമെന്നൊക്കെ.
ഏതാ അത് പാഷനേറ്റ് ഫസ്റ്റ് വിഷമവൃത്തം. വിഷമം വൃത്തം, അത് വിഷമത്തിനെ കൊണ്ട് അപ്പൊ അതത്ര വിഷമവൃത്തം. വിഷമമുള്ളൂ. പിന്നെ അത് പക്ഷെ വൃത്തമാക്കി. ഇതിനെ പറ്റി എങ്ങനെയാ തോന്നുന്നത്? പിന്നെ നൃത്തമാക്കി. കാലവർഷക്കാറ്റ് ഇപ്പൊ നിങ്ങൾ പല പല പേരുകൾ പറയുമ്പോ എനിക്കൊന്ന് മാച്ച് ആവട്ടെ. ആ അത് ഞങ്ങൾ ആദ്യം ഇട്ട പേര് തിദിക്ഷ. തിദിക്ഷയുടെ അർത്ഥം അറിയാം? ഇതൊക്കെ അറിയണം. ഇട്ടാൾക്ക് പക്ഷെ അറിയില്ല എന്താ തിദിക്ഷ ശരിക്കും അതിന്റെ അർത്ഥം എന്താണ്? അറിയില്ല. എനിക്കും അറിയാത്ത കാര്യം. ആയതുകൊണ്ടാണല്ലേ ഏറ്റവും കുഴപ്പം. തിദിക്ഷ എന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങൾ. ഒരു മനുഷ്യന് ജീവിതത്തിൽ ഏറ്റവും വലിയ ആർത്തിയുള്ള കാര്യം എന്താ? ആഗ്രഹം. നിഷ്കാമകർമ്മം, ഒരാർത്തിയും ഇല്ലാത്ത. പിന്നെ അത്യാർത്തി. ഇത് രണ്ടും കൂടെ ചേരുന്ന പേരാണ് തിദിക്ഷ. നമ്മള് ചിന്തിക്കും അതല്ല, നമ്മള് ചിന്തിക്കും ഇതെന്തത് അങ്ങനെ ഇരിക്കും. ഇപ്പൊ ഒരു സിമ്പിൾ പേര് ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. അത് match അതങ്ങനെ ഞങ്ങൾ തിദിക്ഷയിൽ വന്ന്. പിന്നെ എന്തൊക്കെയായിരുന്നു പേര്? പിന്നെ വിഷമവൃത്തം ഫസ്റ്റ് വിഷമവൃത്തം. ആ വിഷമവൃത്തൊന്നും പേരല്ല, തിദിക്ഷ പേരാ. വിഷമവൃത്തം ഭയങ്കര പേരാ. അതൊക്കെ പേരാ. എന്ന് വെച്ചാൽ വിഷമവൃത്തത്തിൽ കിടക്കുന്ന സമയത്ത് ആ പേരെ ഇടാൻ പറ്റത്തുള്ളായിരുന്നു. കഷ്ടപ്പാടിന്റെ കാലഘട്ടത്തിൽ. അന്ന് ഈ നിർമ്മാതാവില്ല ഒന്നുമില്ല, അപ്പോഴാണ് ആ കഷ്ടപ്പാടിന്റെ കാലഘട്ടത്തിൽ. കഷ്ടപ്പാടിന്റെ കാലം. പക്ഷെ ഇതിന്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ചെറുപ്പക്കാരനായിട്ടുള്ള പയ്യൻ, അതായത് നിരപരാധിയായ എന്റെ മകൻ. നിരപരാധി എന്ന് പറയുമ്പോൾ നിരന്തരം അപരാധിയല്ല കേട്ടോ. അല്ല, ഒരപരാധവും ചെയ്യാത്ത മനുഷ്യൻ. എന്റെ മകൻ ജയിലിൽ അടക്കപ്പെടുമ്പോൾ നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരമ്മയ്ക്ക് അനുഭവിക്കേണ്ടി വരുന്ന, സമൂഹത്തിൽ അനുഭവിക്കേണ്ട ഇത്രയും കൂടെ ഞാൻ സാനുഭായി ഒന്നും കൂടെ ഞാൻ കറക്റ്റ് ചെയ്യട്ടെ. ആ അമ്മ സൗന്ദര്യമുള്ള സ്ത്രീയാണെങ്കിലോ? സൗന്ദര്യമുള്ള സ്ത്രീയാണെങ്കിലോ? സൗന്ദര്യമുള്ള സ്ത്രീയും സാമ്പത്തികമായിട്ട് 10 പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ത്രീയാണെങ്കിലോ ചൂഷണത്തിന് ഗംഭീരമായിട്ട് വിധേയമാകേണ്ടി വരും. ആ ചൂഷണ വിധേയത്വം മാത്രമാണ് ഇപ്പം സാന്നിധ്യം. അതായത് സമൂഹത്തില് ഈ സുന്ദരിയായ സ്ത്രീ അനുഭവിക്കേണ്ട ദുരനുഭവങ്ങളുടെ ഒരു നേർക്കാഴ്ചയാണ് ഈ ചിത്രം. ഇവര് മുഴുവൻ പറയുന്നതും അതിനകത്ത് വേറൊരു ഘടകം കൂടി ഉണ്ട് ഇതിന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ജീവിതത്തിനെ പറ്റിയാണ് സൗന്ദര്യവും പണമില്ലായ്മയും എല്ലാം വരുന്നത്. പക്ഷെ ജുഡീഷ്യറി എന്ന് പറയുന്ന ഒരു സംഭവം അതിനകത്ത് ജുഡീഷ്യറിയിൽ നല്ലവരും ഉണ്ട് ചീത്തവരും ഉണ്ട്. ആ ചീത്ത എങ്ങനെ നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്നു അതാണ് അതിനകത്ത് കൃത്യമായിട്ടൊരു മെസ്സേജ് പറയട്ടെ. ഇപ്പം സജേഷ് ഭായ് എനിക്ക് പ്രിയപ്പെട്ട മനുഷ്യനാണ്. ഇദ്ദേഹം നല്ല ഇഷ്ടം. ഇയാൾ ജുഡീഷ്യറിയിലെ ഭാഗമായി കഴിഞ്ഞാൽ ജുഡീഷ്യറി ഭാഗമാകുന്ന എങ്ങനെയാണ്? വിദ്യാഭ്യാസം കൊണ്ട്, ആഭാസത്തരം കൊണ്ട്. എനിക്കൊക്കെ ഇഷ്ടം പോലെ സുഹൃത്തുക്കളുണ്ട്. APP പബ്ലിക് പ്രോസിക്യൂട്ടർ, ഒരുപാട് PPമാർ. ജുഡീഷ്യറി ഇഷ്ടപ്പെടുന്ന ഇവരൊന്നും ജുഡീഷ്യറിയിൽ കൃത്യമായിട്ട് എത്തേണ്ട ആൾക്കാരായിരുന്നു. എന്ന് വെച്ചാൽ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന് പ്രാഥമിക ഡിഗ്രി എന്താ? രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിനുള്ള പ്രാഥമിക ഡിഗ്രി LLB എടുത്തിട്ട് വരുന്നവൻ കുടുംബ ബന്ധം, സാംസ്കാരിക ബന്ധം, അവൻ്റെ രാഷ്ട്രീയ ബന്ധത്തിൽ ഒരു അപ്പുറമായിട്ട് അവൻ ചെന്ന് നിൽക്കുന്ന ഏരിയ എവിടെ? പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് വല്ല ബോധമുണ്ടോ? അല്ല, അത് നല്ല നിലപാടിൻ്റെ ബോധം ഉണ്ടായിട്ടുണ്ട്. ഇന്നാലെ പിടിച്ചു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ എത്താവുന്ന അത് നിലപാടിൻ്റെ ബോധം. ആ രണ്ട് വേർഷനാണ് വരുന്നത് അതിനകത്ത്. അതായത് സാമ്പത്തികം ഞാൻ ഒന്ന് ഇദ്ദേഹത്തിനെ ഒന്ന് കവർ ചെയ്യാൻ സംസാരിച്ചു പോയതാണ് കേട്ടോ. എന്നെ ഒന്ന് ഇത്തിരി സപ്പോർട്ട് ചെയ്യണേ. ബേസിക് ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ. ഈ മകനെ ജയിലിലടക്കപ്പെടുമ്പോൾ നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരു അമ്മക്ക് പൊതുസമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വരുന്ന ദുരനുഭവങ്ങളുടെ ഒരു രേഖ. അത് അമ്മ ഒരു വശം. അമ്മക്ക് അടുത്തത് 20-23 വയസ്സുള്ളൊരു ചെറുപ്പക്കാരനെ എടുത്ത് വിചാരണ എന്ന പേരിൽ അകത്തിട്ടിട്ട് അവൻ്റെ ജീവിതം മുഴുവൻ 10-43 വയസ്സാകുമ്പോൾ തിരിച്ചിറങ്ങി പൊക്കോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഈ സമൂഹത്തിൽ എന്ത് വില? ഒന്ന് അവന് എന്ത് ജോലി, എന്ത് എങ്ങനെ കിട്ടും? ഇന്ന് തേജായിരുന്നു സംസാരിക്കാൻ. എനിക്ക് പറയാനുള്ള കാര്യം അതില് ആ അമ്മയുടെ കഥാപാത്രം ലതേ, ആ അമ്മയുടെ കഥാപാത്രം ലത അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ടെന്നല്ല, അതിൽ ഉൾക്കൊണ്ട്
അതിലങ്ങനെ ഇഴുകിച്ചേർന്ന് ഇതിനേക്കാൾ കൂടുതൽ ഒരു നടിക്ക് ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഈ ലത അത് ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹം അവര് വലിയ എക്സ്പീരിയൻസ് ഒന്നും അടിയൊന്നുമല്ല, പക്ഷേ അവര് ഭയങ്കരമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അതിൽ ലതേന അഭിനന്ദിക്കുന്നു, അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. അതിനേക്കാൾ ഉപരി വേറൊരു നടിക്കും ചെയ്യാൻ പറ്റും എന്നാണ് എന്റെ അഭിപ്രായം. അപ്പോൾ ഈ ചെയ്യിച്ച് ഞാൻ വെറും അതെ, ഈ സംവിധായകൻ എന്ന് പറയുന്നത് ഈ സംവിധാനം അതിനേക്കാൾ ഇവരുണ്ടല്ലേ, അതിനേക്കാൾ ഒരാളിനെ കൂടെ എന്ന് പറഞ്ഞോട്ടെ. അല്ലാതെ റഫീഖ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും നന്നായിട്ട് എന്നോട് സജേഷ് ഭായി പറഞ്ഞു, ഒരു 2-3 സ്റ്റില്ലിൻ്റെ ഏരിയ കണ്ടു കഴിഞ്ഞപ്പം തന്നെ പറഞ്ഞു ഇഷ്ടം പോലെ പടം ചെയ്തിട്ടുള്ള റഫീഖ 10-25 പടം ചെയ്തിട്ടുള്ള. പക്ഷെ ഒരു കളത്തിൽ നിന്ന് വിട്ടിട്ട് ഒരു ക്ലാസ് ഏരിയയിലേക്ക് റഫീഖ വന്ന് ചെയ്തു എന്ന് പറയുമ്പോൾ എനിക്ക് റഫീഖ ഷാരൂഖ് അതെ. പിന്നെ നമുക്ക് പറയാൻ പറ്റാതെ വേഷം നന്നായിട്ട് ചെയ്യിക്കാൻ പറ്റാത്ത അത് പുള്ളി ജീവിതത്തെ അങ്ങനെ അത് ജീവിതത്തെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ലൈഫ് ചവിട്ടാണത്, ഉഗ്രം ചവിട്ടാണ്. ചവിട്ടിയ മുഖത്ത് മുഖറായിട്ട് റഫീഖയും ലതയും ഇവരാണ് ഇതിലെ മെയിൻ നല്ല രീതിയിൽ ചെയ്തത്. പിന്നെ മോശമാക്കി അവസരം കൊടുക്കാം നിങ്ങളെ പറ്റിയിട്ടൊന്നും. ഇനി സവാദ് ഞാൻ പടത്തിൻ്റെ പ്രൊഡ്യൂസറാണ്. ഞാൻ ഈ പടത്തിൻ്റെ ഒരു എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ലതേനെ വിളിച്ചു. അപ്പോൾ അവിടെ ഞാൻ ഉണ്ട് വരാൻ പറഞ്ഞു. കലൂർ വന്നു. ലത വന്നിട്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇരുന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ അഭിനയിക്കുമ്പോൾ ഗ്ലിസറിൻ വെച്ച് അഭിനയിച്ചാൽ കരഞ്ഞത്, ഇത് കണ്ടിട്ട് കരഞ്ഞു എന്ന് പറഞ്ഞു. അത് എഡിറ്റ് ചെയ്യേണ്ട കുറച്ച് ഭാഗങ്ങൾ കാണിക്കാൻ വിളിച്ചാണ്. ഇത് കണ്ട് കരഞ്ഞു പോയിന്ന്. അന്ന് ഗ്ലിസറിൻ വെച്ച് ചെയ്തേ. അതിൽ റഫീഖയുടെയും പെർഫോമൻസ് നമ്മൾ ഈ ഷൂട്ടിൽ കാണുമ്പോൾ നമുക്ക് അപ്പം ഒരുപാട് ഷോട്ട് അങ്ങോട്ട് വെച്ചെടുക്കുകയല്ലേ. അത് ലൈവ് വന്ന് ഇപ്പോൾ റഫീഖ നമ്മളൊക്കെ ഉദ്ദേശിച്ചാൽ അപ്പുറത്തേക്ക് വന്നു അഭിനയത്തിലേ. അത് ആത്മാർത്ഥമായിട്ട് ആ സംഭവം വന്നു. ലത എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഇത്ര അത് നമുക്ക് ഭയങ്കര സന്തോഷമായി ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ. അത്രയും ചെയ്യാൻ പറ്റാൻ ചെയ്യും. ഞാൻ ഉദ്ദേശിച്ചാലും അതിൻ്റെ അവർ ഡയറക്ടർ ഉദ്ദേശിച്ചാലൊക്കെ അപ്പുറത്തേക്ക് വന്ന് പറയുമ്പോൾ ഗ്ലിസറിൻ വെച്ച് കരഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ സ്റ്റുഡിയോ കയറ്റിയതാണ്. അവിടെ നിന്ന് കരഞ്ഞിട്ടാണ് വന്നത് കണ്ടിട്ട്. അപ്പം അത്രയും പെർഫെക്റ്റായിട്ട് ആയിട്ടുള്ള എല്ലാവരും കേട്ടാ. ഇപ്പം ലത റഫീഖ അല്ല, ബാക്കി എല്ലാവരും അതുപോലെ അത്രയും ഭംഗിയായിട്ട് ചെയ്ത്. അത് നമ്മുടെ ഒരു സംതൃപ്തി പ്രൊഡ്യൂസർക്ക് ഉണ്ടാവുന്നൊരു ചെമ്മില്. അതിനകത്തിലെ ഒരു ജസ്റ്റ് ഒരു ക്യാരക്ടറായിട്ട് വന്ന് വെച്ചിട്ടുണ്ട്. ഒരു മോണിറ്ററിനകത്തിൽ വാർത്ത വായിക്കാൻ വന്ന് അതിനുപരി അപ്പുറം ഒരു കള്ളുപിടിയൻ, വലിയ ക്യാരക്ടറൊന്നുമല്ല, കള്ളുപിടിയൻ കുറുമശ്ശേരി. പക്ഷെ മറ്റേ ഉണ്ടല്ലോ ഒരു ചാനൽ വാർത്തക്കകത്ത് നിൽക്കുന്ന ദാമു ഹരിങ്ങി വന്ന് അതില് ഞാൻ പ്രധാനമായിട്ട് പറയണെന്ന് വെച്ചാല് ഇതില് സെൻട്രൽ ക്യാരക്ടർ ചെയ്യുമ്പോ ഈ ലതയാണ് ഏറ്റവും കൂടുതൽ കരച്ചിലായിരുന്നു. ലതയോട് ഭയങ്കര ഇഷ്ടം കൊണ്ടൊക്കെ സംസാരിച്ചോണ്ടിരിക്കുകയല്ല. പിന്നെ ലത വിട്ടിട്ട് പറയണോ? ലതയെ വിട്ടിട്ട് പറഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് ചെയ്തു. പിന്നെ ചെറിയ കുറച്ച് വേഷങ്ങളാണെങ്കിലും രമേഷ് കുറുമശ്ശേരി, ഹരികുമാറാണ്. രമേഷ് കുറുമശ്ശേരി നല്ല സാധനം അദ്ദേഹവും എല്ലാം ചെയ്തു. ഇറങ്ങി പോയോ? എല്ലാവരും തേജേട്ടന്റെ മ്യൂസിക് ഡയറക്ടർ തേജേട്ടൻ. ഒരു ഫിലിമിന്റെ സോൾ എന്ന് പറയുന്നത് ഒന്നും കൂടെ പറഞ്ഞോട്ടെ. തേജേട്ടനെ അറിയാലോ? അല്ല തേജേട്ടനെ അറിയാമല്ലോ. തേജേട്ടൻ ചെയ്തിട്ടുള്ള പടങ്ങൾ അറിയാം. അല്ല ഞാനൊന്ന് പറഞ്ഞു അതല്ല ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തേ. തേജേട്ടൻ്റെ ഏറ്റവും നല്ല പാട്ട് എനിക്ക് കേട്ടത് മറ്റേ കാറ്റ് പറഞ്ഞതും കടല് പറഞ്ഞതും പുള്ളാണ്. ടി എ റസാക്ക് എൻ്റെ അനിയൻ ടി എ ഷാഹിദ് എഴുതിയ പാട്ട്. പിന്നീട് വെക്കേഷനില് ആദ്യമായിട്ട് മോഹൻലാലിനെ കൊണ്ട് മ്യൂസിക് ഉസ്താദ് ഉസ്താദില് ശ്രീ അത് പറ, ആ പാട്ട് പറ.
മ്യൂസിക് തീർച്ചയായും. ദാസേട്ടന്റെ അല്ല. ഗിറ്റാറിസ്റ്റും ആയിരുന്നു. ഒരു മിനിറ്റ് പറയട്ടെ, പാട്ട് പറയട്ടെ. തീർച്ചയായും ജനം എന്നുള്ള പാട്ട് പാടായിരുന്നു. അപ്പൊ ഇത്രയും പാട്ടുകളും ചെയ്ത് ഇത്ര എക്സ്പീരിയൻസ് ചെയ്തൊരു മ്യൂസിക് ഞാൻ ഡയറക്ടർ. 36 പടം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു ഇമോഷണൽ ആയിട്ട് വരുന്ന ഒരു പടം അല്ലെങ്കിൽ ഒരു സീരിയസ് ആയിട്ട് ഞാൻ വരുന്ന കണ്ണൻ്റെ പടം 4 പടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. പിന്നെ കണ്ണനെ മനോരമ അവാർഡ് കിട്ടിയ പടത്തിന് ജോൺസേട്ടനാണ് മ്യൂസിക് ചെയ്തത്, ഒന്ന് രവിയേട്ടനാണ്. ആ സമയത്തൊക്കെ 2 പേർക്കും അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ് ഞാൻ. അന്ന് മുതൽ മദ്രാസ് മുതലുള്ള ബന്ധമാണ് കണ്ണനായിട്ട്. അതിന് ശേഷം 4 പടം കണ്ണൻ്റെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ്. എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാറ്. ഈ പടത്തിൽ ശരിക്കും പാട്ടില്ല, റീ റെക്കോർഡിങ്ങിനാണ് എന്നെ വിളിച്ചത്. ആ റീ റെക്കോർഡിങ് സമയത്ത് ഇവരെ ലവ് സീൻ ക്രിയേറ്റ് ചെയ്ത് ഒരു സോങ് വെച്ചിട്ടാണ്. അപ്പോൾ ആ സോങ് ഞാൻ എന്ത് ചെയ്ത്, ആ സോങ്ങിൻ്റെ അതേ ടെമ്പോയിൽ ഒരു മ്യൂസിക്കിന് പകരം ഒരു സോങ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇതിലൊരു പാട്ടായത്. അത് വിധു പ്രതാപ പാടിയത്. അങ്ങനെയാണ് ഇതിലൊരു പാട്ട് വന്നത്. ശരിക്കും ഇതിൽ പാട്ടില്ല, പക്ഷേ ഒരു ലവ് സീൻ കംപ്ലീറ്റ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തത് ഒരു മ്യൂസിക്കിലൂടെയാണ്. അത് ഞാൻ പാട്ടാക്കി. BGM എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ണനാണ് പറയുന്നത്. ഞാൻ അത്രയും ഒരു കമേഴ്ഷ്യൽ ആൻഡ് അവാർഡ് മൂവിക്ക് കണക്കായിട്ടാണ് ചെയ്തത്. പക്ക അവാർഡ് മൂവിൻ്റെ സ്റ്റൈലിലല്ല, കമേഴ്ഷ്യൽ ബേസ് ചെയ്തിട്ടാണ് ചെയ്തത്. ബാക്കി കണ്ണൻ പറയും. അല്ല അതില് അതുകൊണ്ട് ഒന്ന് പറഞ്ഞേക്ക്, അദ്ദേഹം മരിച്ചു പ്രകാശ് മാറാണ്. അല്ല നമ്മുടെ ലിറിക്സ് പുള്ളിയല്ലേ പറയണ്ടേ? പ്രകാശ് മാറാണ്. എൻ്റെ പ്രണയത്തിൽ നിന്നുള്ള പാട്ടില്ലേ, അതൊക്കെ എഴുതിയ പ്രകാശ് മാറാണ് ഈ പടത്തിൽ ഈ പാട്ടിന് എഴുതിയത്. അപ്പൊ പൊതുവെ പറയാറുണ്ട് നമ്മളിപ്പോ ഒരു സിനിമയുടെ സോങ് എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അപ്പൊ എത്രത്തോളം ഈ ഒരു മൂവിയിലൊക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്? അതാണ് ഞാൻ പറഞ്ഞത്. ഈ മൂവിയിൽ ഞാൻ പ്രത്യേകിച്ച് കണ്ണന് മ്യൂസിക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സയൻസ്, അവൻ കുറേ സയൻസ് ഉണ്ടാവും എൻ്റെ പടത്തിൽ, ഷോർട്ടിലൊക്കെ. അപ്പോൾ നമ്മളത് മ്യൂസിക്കിലൂടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ സീനിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് ഒരു കമേഴ്ഷ്യൽ അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ, അതുകൊണ്ടാണ് കമേഴ്ഷ്യലും രണ്ടും കൂടി ഒരു മിക്സ് ചെയ്തിട്ട് ചെയ്തത്. പിന്നെ ഈ ഒരു മൂവിയുടെ തീമിലോട്ട് വരുവാണെങ്കിൽ നേരത്തെ പറഞ്ഞല്ലോ ജുഡീഷ്യറി ബേസ് ചെയ്തത് നമ്മുടെ ചുറ്റും നടക്കുന്ന ഒരു കാര്യമാണ്. സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന നിലയിൽ എന്തൊക്കെ റെഫറൻസ് ആണ് ഈ ഒരു മൂവിക്ക് വരുന്നത്? റെഫറൻസ് ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഉള്ള ഒരു സംഭവം. ഇപ്പോൾ സപ്പോസ് പേരൊരു വള, കാരണം അയാളെ സംബന്ധിച്ചിട്ട് അയാൾക്ക് ഒരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് അയാളിപ്പോൾ പിടിച്ചു നിൽക്കുന്നത്. പക്ഷെ ഒരു സാധാരണക്കാരന് ഇങ്ങനെ ഒരു ട്രാപ്പിട്ടിടുമ്പോൾ അയാൾക്ക് അനുഭവിക്കാൻ പറ്റുന്ന വേദന, കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കാരണം ഇത്ര കൊല്ലം അകത്ത് കിടന്നിട്ട് വിചാരണ എന്ന് പറഞ്ഞ് വെളിയിലേക്ക് വന്ന് അവനെ സമൂഹം ഏത് രീതിയിൽ കാണും, അതൊന്ന്. പിന്നെ അതിന് വേണ്ടിയിട്ട് ത്യാഗം ചെയ്യുന്ന ഒരമ്മ, അത് എങ്ങനെ ത്യാഗം ചെയ്യണം? അവർക്ക് സാമ്പത്തികമായിട്ടൊന്നുമില്ല, പക്ഷെ അവരുടെ ഈ പറഞ്ഞ പോലെ കുറച്ച് സൗന്ദര്യമുള്ളത് കൊണ്ട് ഈ നീരാളികളെ പോലെ കറുത്ത കോട്ടിട്ട കുറേ വർഗം നല്ലവരുണ്ട് ഇതിനകത്തില്ല എന്ന് പറയുന്നില്ല, ബാക്കിയുള്ള ഈ വർഗം അവരെ ചുറ്റിപ്പറ്റി ചൂഷണം ചെയ്യുന്നു. അതെല്ലാം സമൂഹത്തിൽ നടക്കുന്നതാണ്. ഈ വിചാരണ, ഈ സംഭവം നമുക്ക് പിന്നെ ഇതുപോലത്തുള്ള രീതികളെ കുറിച്ചിട്ടൊരു ജനങ്ങളെ ഒന്ന് അറിയിക്കുക, ഒരു മെസ്സേജ്. അത് നമ്മളെ കൊണ്ട് തിരുത്താൻ പറ്റില്ല, നമുക്ക് തോന്നിയ സാധനം നമ്മൾ ജനങ്ങളിലേക്ക് അറിയിക്കുക, അതാണ് അതിനകത്തുള്ള സംഭവം. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സിനിമ ഇങ്ങനെ റിലീസിന് റെഡി ആയിട്ടിരിക്കുന്നത്, എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇപ്പോൾ അഡ്വാൻസ് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇത് കാരണം എന്താ വെച്ചാൽ ബാക്കി പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കാണേണ്ട പടമാണ്. പിന്നെ ചിലപ്പോൾ ഒരു അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റൈല് വേറെയാണ്. മലയാളത്തിൽ ഇപ്പോൾ ഇനി ഭരതൻ, പത്മരാജൻ, അരവിന്ദൻ അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ആകെ ഒരു അടൂർ ബാലകൃഷ്ണനാണ് ഇങ്ങനെ നിൽക്കുന്നത്, പിന്നെ 1-2 പേരുള്ളൂ എന്നൊരു തലത്തിലേക്ക് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം അയാളുടെ വേഷന് രീതി അത് വേറെയാണ്. അത് ഒന്ന് ക്യാച്ച് ചെയ്യാൻ ഒരു സ്വല്പം സമയം അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 100 പേര് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 25 പേർക്കായിരിക്കും അത് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ആ 25 പേര് മതി. ആ 25 പേരുടെ മെസ്സേജ് 1.2 ആൾക്കാർ പോലും ക്യാച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടോ?
പക്ഷെ ഇത് പഴയ അദ്ദേഹത്തിന് പഴയ സിനിമകളെ വെച്ചിട്ട് അതിലും കുറച്ച് ഇത്രയും കൂടെ ബെസ്റ്റാ. ബെസ്റ്റ് ആക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒന്ന് മെസ്സേജ് ഇത്തിരി സുന്ദരമായ രീതിയിൽ കൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. മറ്റേതൊക്കെ മോശമൊന്നല്ല പറഞ്ഞത്, അത്തിരി ഹാർഡാന്ന് ഞാൻ പറഞ്ഞത്. ഇനി സനുവായി കൂടുതൽ സംസാരിക്കാം. ഞാനിപ്പോ എന്റെ സിനിമ റിലീസ് ചെയ്യണ എന്റെ 42ാമത്തെ സിനിമയാണ്. ഞാനിപ്പോ വർഷങ്ങളായിട്ട് സിനിമയിൽ വർക്ക് ചെയ്യണം. 42 കുറെ സിനിമകൾ ഹിറ്റായിട്ടുണ്ട്, ഹിറ്റാകാതെ ഇരുന്നിട്ടുണ്ട്. ഇപ്പൊ ഇന്നത്തെ സിനിമ നമ്മുടെ 22ാം തീയതി റിലീസ് ആവുന്നതാണ്. നല്ല നല്ല ആർട്ടിസ്റ്റുകൾ എല്ലാവരും നല്ല പടമാണെന്ന് എനിക്ക് പറയാൻ പറ്റും. ഇനിയും ഈ പടങ്ങൾ എല്ലാവരും കാണണം. ഇതേപോലെ നാളെയും നമ്മൾ അടുത്ത പടങ്ങൾ ചെയ്യും. ഇവിടെ ഏറ്റവും വലിയ സുഖം ഇത്രയും നല്ല രസമായിട്ട് ഇന്ന് സംസാരിക്കാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ ഇത്രയും ആൾക്കാരുമായിട്ട് സംവേദനം, അത് അതിനകത്ത് ഈ പഞ്ചുപടത്തില് ഞാൻ 6ാമത്തെ പടമായിരുന്നു ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എനിക്കറിയാവുന്ന. അതേപോലത്തെ ഞാൻ 2-3 സീരിയൽ ചെയ്തിട്ടുണ്ട്. ലെനിൻ രാജേന്ദ്രൻ, ഡേവിഡ് കാച്ചൻ, ഇവരുടെയൊക്കെ വർക്ക് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ദുരന്തമുള്ള ദിവസം ഉണ്ടായിരുന്നു കേട്ടോ. സാനു KG ജോർജിനെ പരിചയപ്പെടുത്തിയിട്ട് എന്നെ നായകനായിട്ട് കാസ്റ്റ് ചെയ്തിരുന്നു. എന്നെ നായകനായിട്ട് കാസ്റ്റ് ചെയ്തതിന്റെ കാര്യം എന്താ അറിയാം? ഇപ്പൊ ലതയെ കാസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു പ്രത്യേക ഫിഗറാണ്. അതേകൂട്ട് എനിക്ക് ഭയങ്കര കഞ്ചാവടിക്കാരൻ്റെയും കോളേജ് ബോധത്തില് നല്ല മദ്യപിച്ച് നടക്കുന്ന വൃത്തികെട്ടൊരു ചെറുപ്പക്കാരൻ്റെ രൂപമായിട്ട് എന്നെ കാസ്റ്റ് ചെയ്ത് ഞാനും അങ്ങ് സമ്മതിച്ചു. KG ജോർജിന്റെ അമൃതയില് അത് തന്നെ, ഇദ്ദേഹം മുകേഷാണ്, എയർ മുകേഷാണ് റൈറ്റർ. അങ്ങനെ എന്നെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. സജസ്റ്റ് ചെയ്യും. ഞാൻ 6 ദിവസമായി, 5 ദിവസമായി, 5 ദിവസം 4 ദിവസമായി കഴിഞ്ഞപ്പോൾ കിടക്കപ്പുറതിയില്ല. 3 ദിവസമായി കഴിഞ്ഞപ്പോൾ ഒട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ 2ാമത്തെ ദിവസം വീട്ടിൽ പോയി. എൻ്റെ വീട് ഓച്ചിറല. ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞപ്പം എന്താണെന്നറിയാം, അവിടെ ഒരു സാംസ്കാരിക സമിതി കേരളോത്സവം കേരളോത്സവത്തിൽ എന്നെ പിടിച്ചിട്ട് സെക്രട്ടറി ആക്കി. അപ്പോൾ നോട്ടീസൊക്കെ അടിച്ചിട്ടുണ്ട് വന്നു. സ്വാഗത സംഘത്തിൻ്റെ സംഘാടകൻ. അവിടുന്ന് ഞാൻ വീണ്ടും മുങ്ങിയുടെ സത്യത്തിൽ സനുബായിയുടെ ഇയാളുടെ വീട് വലിയ ഭയങ്കര രസമുള്ള വീടാണ്. വവ്വാല് ഞാറയ്ക്ക ആയിരുന്നു. അതെ അതെ. അപ്പൊ സിനിമ നല്ല വിജയത്തിലാവാൻ വേണ്ടി എല്ലാവിധ ഇദ്ദേഹമല്ല പറഞ്ഞത്, താങ്കൾ പറയണം. അതെ ആശംസിക്കുന്നത്. ഓക്കെ.